ടീമിലെ അന്തരീക്ഷം വഷളാണ്. താരങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഹാർദിക്കിനാവുന്നില്ല. പോരാത്തതിന് ടീമിൻ്റെ പ്രകടനം ഏറ്റവും മോശവും. കഴിഞ്ഞ മത്സരത്തിനിടെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് സ്റ്റേഡിയത്തിൽ നിന്നിറങ്ങിപ്പോയ ടീം ഉടമ ആകാശ് അംബാനിയെയും നാം കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് അടുത്ത സീസണിൽ ടീം മൊത്തത്തിൽ അഴിച്ചുപണിയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിലേറ്റവും പ്രധാനം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നത് തന്നെയാണ്. മുംബൈ വളർത്തിക്കൊണ്ടുവന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താൽക്കാലിക ക്യാപ്റ്റനായ ഇഷാൻ കിഷനെ തിരിച്ചുകൊണ്ടുവരുമെന്ന റിപ്പോർട്ടുകൾ സജീവമാണ്. രോഹിത്തിനെ മാറ്റി പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് മുതൽ താരങ്ങൾക്കിടയിൽ അതൃപ്തി പ്രകടമാണ്. ഇപ്പോഴിതാ ആരാധകരും വലിയ രീതിയിൽ കൈവിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യം കൂടുതൽ മോശമാകാതിരിക്കാനാണ് മുംബൈയുടെ മുൻ താരം കൂടിയായ ഇഷാൻ കിഷനെ നോട്ടമിടാൻ കാരണം. ഇഷാൻ മികച്ച ഫോമിലാണ്. പ്രായവും അനുകൂല ഘടകമാണ്. താൽക്കാലിക ക്യാപ്റ്റനായി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മികച്ച രീതിയിൽ നയിച്ചു. സ്ഥിരം ക്യാപ്റ്റനായി ജാർഖണ്ഡിന് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നേടിക്കൊടുത്തു. കാര്യങ്ങളെല്ലാം ഇഷാൻ കിഷന് അനുകൂലമാണ്. ടോപ്പ് ഫ്രാഞ്ചൈസിയുടെ നായകനാകാൻ ഇഷാനും സന്നദ്ധനാകുമെന്നുറപ്പ്. സ്വിച്ചിട്ട പോലെയുള്ള ബുംറയുടെ ഈ ഫോം ഔട്ടിലും ടീം ക്യാമ്പിലെ അസ്വസ്ഥതകൾക്ക് വലിയ പങ്കുണ്ടെന്ന് നിരീക്ഷിക്കുന്നവരും ഏറെയാണ്. ലോകകപ്പ് ഫൈനലിൽ 4 വിക്കറ്റ് എടുത്ത് പ്ലെയർ ഓഫ് ദ മാച്ചായ ബുംറയാണ് ഈ വിധം IPL നിരാശപ്പെടുത്തുന്നത്. ഇതുവരെ 8 മത്സരങ്ങളിൽ നിന്ന് 30 ഓവർ ബുംറ എറിഞ്ഞിട്ടുണ്ട്. ആകെ കിട്ടിയത് 2 വിക്കറ്റ് മാത്രം. പരിചയസമ്പന്നനായ താരങ്ങൾ മാത്രമല്ല, യങ് ബ്ലഡ്സായ വൈഭവ് സൂര്യവംശിയും പ്രഭ്സിമ്രാനും അടക്കമുള്ള താരങ്ങൾ എടുത്തിട്ടലക്കുകയാണ് ബുംറയെ. പതിവില്ലാതെ സ്ലോ ബോളുകൾ ട്രൈ ചെയ്യുന്നതാണ് ബുംറയ്ക്ക് വിനയാകുന്നത്. സൂര്യകുമാർ യാദവ് കളിക്കുന്നത് എന്തിനായെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. പോയ സീസണിൽ മുംബൈയെ പിടിച്ചു നിർത്തിയിരുന്ന സൂര്യയുടെ നിഴൽ മാത്രമേ ഇപ്പോഴുള്ളൂ. ദേശീയ ടീമിലും ലോകകപ്പ് നേടിക്കൊടുത്തതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു. വ്യക്തിപരമായി അവിടെയും സൂര്യയുടെ പെർഫോമൻസ് മോശമായിരുന്നു. നിലവിൽ സൂര്യ ഔട്ട് ഓഫ് ഫോമും ഔട്ട് ഓഫ് റൺസുമാണ്. മുംബൈയെ സംബന്ധിച്ച് ഇനി സീസൺ മറക്കാം. 8 മത്സരങ്ങളിൽ നിന്ന് 2 ജയം ഉൾപ്പെടെ 4 പോയിന്റുമായി 9ാം സ്ഥാനത്താണവർ. ശേഷിക്കുന്ന 6 മത്സരം ജയിച്ചാലും ആകെ 16 പോയിന്റുമായി പ്ലേ ഓഫ് സ്പോട്ടിൽ കാൽക്കുലേറ്ററുമായി കാത്തിരിക്കേണ്ടി വരും. നിലവിൽ 4ാമതുള്ള ടീമിന് 2 ജയം മതി എന്നിരിക്കെ മുംബൈക്ക് ഈ സീസൺ പരീക്ഷണ കാലമായിരുന്നുവെന്നോർത്ത് ആരാധകർക്ക് നെടുവീർപ്പിടാം. അഴിച്ചുപണിയുമായി അടുത്ത സീസണിനായി കാത്തിരിക്കാം. വൈഭവ് സൂര്യവംശിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഹാർദിക്കിന് പകരം ഇഷാൻ കിഷനെ ക്യാപ്റ്റനാക്കി തിരിച്ചുകൊണ്ടുവരുമോ എന്നും കാത്തിരുന്ന് കാണാം.